ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സിറ്റി ആൻഡ് ഗൈനക് സെൻ്റർ, ചങ്ങനാശ്ശേരി. ലിംഗത്തിൻ്റെ വലിപ്പം ചെറുതാണ് എന്നും പറഞ്ഞ് ധാരാളം ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ ഇതിനകത്ത് വരാറുണ്ട്. ഇതൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയാണ്, ഇങ്ങനെ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം കൂട്ടാമെന്ന് പറയുന്നത്. അപ്പോൾ പലരും അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം ചെറുതാണെന്ന് പറഞ്ഞാലും പലരുടെയും ലിംഗത്തിൻ്റെ വലിപ്പം നോർമലാണ്, അതേപ്പറ്റി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഒരു ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ഡിസ്കസ് ചെയ്യണം ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ട്രീറ്റ്മെൻറ്റ് പലതും ഇന്നെഫക്റ്റീവാണ്, ചിലവേറിയതാണ്, ചിലപ്പോൾ അതിന് ദോഷഫലങ്ങളുമുണ്ട്. അപ്പം അവർക്ക് ലിംഗത്തെപ്പറ്റി മാത്രമല്ല, അവർക്ക് അവരുടെ ബോഡി ഫീച്ചേഴ്സിനെ പറ്റി തന്നെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം കൗൺസിലിംഗ് അവരെ ഒത്തിരി സഹായിക്കും. അവരുടെ ബോഡി ഇമേജിനെ പറ്റിയും എന്താണ് ഒരാളെ അട്രാക്റ്റീവ് ആക്കുന്നതെന്നുള്ള ഒരു ചിന്ത അവർ ക്രമേണ വരും. നമ്മൾ അവിടെയുള്ള ഹെയർ ട്രിം ചെയ്യുന്നതിനെ ചില രോഗികളെ സഹായിക്കും. അപ്പോൾ അവരുടെ ആ ഒരു വയറ് കുറയ്ക്കുന്ന ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ അവിടെയുള്ള ഫാറ്റ് കൂടുമ്പം പെനീസ് ചെറുതായിട്ട് തോന്നും. അപ്പം നമ്മൾ ആരോഗ്യമുള്ള ഒരു ബോഡി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ സെക്സ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമ്മൾ പിൽസ്, ലോഷൻസ് ഉണ്ട്, ഇതിനകത്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്ലാന്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അതിനൊന്നും ഒരു ക്ലിനിക്കൽ എവിഡൻസ് ഇല്ല. അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അതിനൊരു പ്രൂവൺ ബെനിഫിറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. വാക്വം ഡിവൈസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ട്യൂബ് പെനീസിന് വെച്ചിട്ട് ആ എയർ പമ്പ് ചെയ്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യുക. അത് പെനീസിലേക്ക് ബ്ലഡ് വലിച്ചെടുക്കും. അത് നമ്മൾ ഈ ഉദാഹരണശേഷിക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ അത് പിന്നീട് അവിടെയുള്ള ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യും. പിന്നീട് അത് വീക്കർ എറക്ഷൻസ് ഉണ്ടാക്കും. അത് ഒരു ശാശ്വത പരിഹാരമല്ല. അപ്പം നമ്മൾ ഒരു ഫ്രെയിം, ട്രാക്ഷൻ ഡിവൈസ് പെനീസ് വെക്കുന്നത് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതും നമ്മുടെ പെനീസിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള ട്രാക്ഷൻ ഡിവൈസസ് 6 months ഉപയോഗിക്കുന്നതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊരു ഡോക്ടറുടെ സൂപ്പർവിഷൻ അല്ലാതെ ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. അപ്പം നമ്മുടെ വിരലും നമ്മുടെ ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഈ തളർന്നിടക്കുന്ന പെനീസിനെ പുൾ ഔട്ട് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അത് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കും. പെനീസ് ഗട്ട് സർജറി കൂട്ടാനായിട്ടുള്ള ചില സർജറികളുണ്ട്. അപ്പം ഫാറ്റ് നമ്മുടെ ഒരു ഭാഗത്തു നിന്നെടുത്ത് പെനീസിലേക്ക് അങ്ങനെ ഒരു 1 to 1.4 to 4 centimeter അതിൻ്റെ ലെങ്ത് കൂട്ടുന്നതായിട്ടൊക്കെ ചില പഠനങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഷേപ്പ് മാറും, അവിടെ ഇൻഫെക്ഷൻ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യണം. ചിലർ ഫാറ്റ് ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ബോഡി അതിനെ റീഅബ്സോർവ് ചെയ്യും. പിന്നെ ലെങ്ത് കൂട്ടാൻ വേണ്ടി അതിനെ നമ്മുടെ ഈ പിബിക് ബോണിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ലിഗമെൻറ്റ് കട്ട് ചെയ്ത് അവിടെ ഒരു സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 2 centimeter ഒക്കെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉദാഹരണം വരുമ്പോഴും വലിയൊരു വ്യത്യാസം വരാറില്ല. അവരുടെ പലപ്പോഴും ചെയ്ത ആളുകൾ അതേപ്പറ്റി വളരെ ഹാപ്പിയല്ല. അതുപോലെ തന്നെ വയറ് കൂടിയവർക്ക് നമ്മൾ വയറിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ലൈപ്പോസക്ഷൻ ചെയ്യുന്ന ചില കേസുകളിൽ സഹായിക്കും. പക്ഷേ അവർക്കൊരു ആത്മവിശ്വാസം കൂടും. അവരുടെ ഡയറ്റും എക്സസൈസുമാണ്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇതേപ്പറ്റിയുള്ള ഭയമുണ്ടെങ്കിൽ ഉടനെ അനാവശ്യമായിട്ട് ലോഷനോ ക്രീമുകളോ കാണുന്നതെല്ലാം വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിത രീതികളും വ്യായാമങ്ങളും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് വേണം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ലോഷനുകൾ, സർജറികൾ ഒക്കെ നമ്മൾ ഇടപെടുന്നത് നല്ലതല്ല. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ നിരീക്ഷണത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ.